ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 2-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ മരണവും ഒരു കാലത്ത് തന്നെ എതിർത്തവരെ വധിക്കണമെന്ന് ദാവീദ് ശലോമോനെ പരമേൽപ്പിക്കുന്നത് നമ്മൾ കണ്ടു. 3-ാം അധ്യായത്തിൽ ശലോമോന് ദൈവം നൽകിയ ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ശലോമോൻ 2 ജീവിതത്തിലുള്ള ജീവിതം ഇവിടെ നയിക്കുന്നുണ്ട്. ഒന്ന് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും. പരസ്യ ജീവിതത്തിൽ ദേവാലയത്തിൽ ദൈവത്തെ അവൻ ആരാധിക്കുന്നു. രഹസ്യ ജീവിതത്തിൽ പൂജാഗിരികളിൽ ധൂപം അർപ്പിക്കുകയും യാഗം അർപ്പിക്കുകയും ഒക്കെ ചെയ്തു വന്നു. ഇന്നും പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു മനോഭാവമുണ്ട്. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. പരസ്യ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമാറ് മറ്റുള്ളവരുടെ മുൻപാകെ ഭക്തി അഭിനയിക്കുന്നു. എന്നാൽ രഹസ്യ ജീവിതത്തിൽ എല്ലാവിധമായ മ്ലേച്ഛതകളും അല്ലെങ്കിൽ ബിംബാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തേക്കാൾ കൂടുതൽ മറ്റെന്തിനെയൊക്കെ സ്നേഹിക്കുന്ന വലിയൊരു മനോഭാവത്തിലേക്ക് ജീവിക്കുന്നു. ഇത് ഒന്ന് രഹസ്യവും ഒന്ന് പരസ്യവുമാണ്. പരസ്യ ജീവിതത്തേക്കാൾ കൂടുതൽ ദൈവം നോക്കുന്നത് രഹസ്യ ജീവിതമാണ്. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നുവെന്നാണ്. പഴയ നിയമത്തിലെല്ലാം ശരീരത്തിൻ്റെ പുറത്തുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്, അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിൻ്റെ ആ വിശുദ്ധിയാണ് ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നത്. പരസ്യ ജീവിതത്തിൽ ഭക്തരെന്ന് തോന്നിപ്പിക്കാൻ നമുക്ക് സാധിച്ചേക്കാം, നല്ല വാക്കുകളെ പറയാൻ നമുക്ക് സാധിച്ചേക്കാം, മറ്റുള്ളവരെ കൊണ്ട് നല്ലവരെന്ന് പറയിപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ അതൊന്നും സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരു മാനദണ്ഡമാവുകയില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദൈവം എപ്പോഴും നോക്കും നമ്മുടെ രഹസ്യ ജീവിതത്തെയാണ്. അങ്ങനെ ശലോമോൻ പ്രവർത്തിച്ചെങ്കിലും അവൻ പഴയ നിയമ ഉടമ്പടിയുടെ ആളാണല്ലോ. അതുകൊണ്ട് ദൈവം ശലോമോനോട് ക്ഷമിക്കുകയും അവനെ തിരുത്താൻ, അവനെ ഉപയോഗിക്കുവാൻ, അവനെ ഒരു നല്ലവനാക്കാൻ വേണ്ടി ദൈവം ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദൈവം അവൻ രാജ്യഭരണം അങ്ങോട്ട് ഏറ്റതേ ഉള്ളൂ. രാത്രിയിൽ സ്വപ്നത്തിൽ അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് ഞാൻ നൽകേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ, ഞാൻ നിനക്ക് തരാം. ശലോമോൻ ഇവിടെ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ജനത്തെ നയിക്കുവാനും നന്മതിന്മകളെ തിരിച്ചറിയുവാനുമുള്ള വിവേകശക്തി, വിവേകബുദ്ധി എനിക്ക് തരണം. കാരണം ന്യായപാലനം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ ജനത്തെയാണ് ഞാൻ ഭരിക്കേണ്ടത്. വിവിധ രീതിയിലുള്ളതായ ആളുകളാണ്, പല സ്വഭാവക്കാരാണ്. അപ്പം അവരെ നേരോടെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണം. അതിനുള്ള ഹൃദയം എനിക്ക് തരണം. അവൻ ഈ ഭൂമിയിലെ സമ്പത്തോ മറ്റധികാരങ്ങളോ മറ്റൊന്നും ഇവിടെ ശലോമോൻ ചോദിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾക്കാണ് ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് നമ്മൾ ചോദിക്കുമായിരുന്നു, തിരഞ്ഞെടുക്കുമായിരുന്നു എന്നൊരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ശലോമോനെ സംബന്ധിച്ച് അവൻ രാജാവാണ്, അവൻ നീതിബോധമുള്ളവനാണ്. അതുകൊണ്ട് ആ നീതിബോധ്യത്തോടെ അത് ജനത്തെ നയിക്കാനുള്ള കഴിവ് ശക്തി എനിക്ക് തരണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചു. നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അപ്രകാരം മാത്രമാണ്. പക്ഷെ അങ്ങനെ ശലോമോൻ ചോദിച്ചപ്പോൾ ദൈവം അവന് ജ്ഞാനം കൊടുത്തു. അവനോട് പറഞ്ഞു, നിനക്ക് സമനായിട്ട് ഇനിയും ഈ ഭൂമിയിൽ ഒരു രാജാവ് ഉണ്ടാവുകയില്ല, നിന്നെപ്പോലെ ജ്ഞാനിയായിട്ട് ആരും ഉണ്ടാവുകയില്ല. അതോടൊപ്പം അവന് സമ്പത്തും എല്ലാ മഹത്വവും ദൈവം അതോടൊപ്പം അവനോട് നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യം നമ്മൾ വായിക്കുക. കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം. കർത്താവ് പറഞ്ഞാൽ, എന്ത് തിന്നും എന്തുടുക്കുമെന്ന് ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾ വ്യാകുലപ്പെടരുത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം നിങ്ങൾക്ക് സകലതും ദൈവം നൽകും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുക.
ദൈവത്തെ ലഭിക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ് ബാക്കിയെല്ലാം. അല്ല, നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് നമ്മളാരും പ്രാർത്ഥിക്കാറില്ല. ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറാറില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അന്വേഷിക്കേണ്ടത്, നമുക്ക് ലഭിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവം നമ്മുടെ കൂടെ വരുമ്പോൾ, ദൈവം എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെയും നന്മയായിട്ടുള്ളതൊക്കെയും ദൈവം എനിക്ക് നൽകിയിരിക്കും. ആ ഒരു വലിയ വിശ്വാസത്തോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനം എങ്ങനെ അദ്ദേഹം പ്രയോഗിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണ്. 2 വേശ്യാസ്ത്രീകൾ, അവർ എല്ലാവരും ഒരു ഭവനത്തിൽ താമസിക്കുകയാണ്. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അതിൽ ഒരു സ്ത്രീയുടെ കുഞ്ഞ് രാത്രിയിൽ മരിക്കുന്നു. അവൾ ആ മരിച്ച കുഞ്ഞിനെ മറ്റേ സ്ത്രീയുടെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ട് ആ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് വന്നു. നേരം വെളുത്തപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ അമ്മ സത്യം മനസ്സിലാക്കിയത്. കുഞ്ഞിന് പാല് കൊടുക്കാൻ തരം കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, കുഞ്ഞ് മരിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ മനസ്സിലായത് എൻ്റെ കുഞ്ഞല്ല. അവൾ മറ്റേ സ്ത്രീയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് അതാണ്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നൽകണം. അവൾ പറഞ്ഞു, അല്ല, ആ മരിച്ച കുട്ടിയാണ് നിൻ്റേത്, ജീവനുള്ള കുട്ടി എൻ്റേതാണ്. അവർ തമ്മിലുള്ളതായ തർക്കം മൂത്തപ്പോൾ പ്രശ്നപരിഹാരത്തിനായി രാജാവിൻ്റെ സമീപത്തെത്തുന്നു. 2 പേരുടെയും വാദം കേട്ടതിന് ശേഷം രാജാവ് വളരെ ജ്ഞാനപൂർവം വിവേകപൂർവം ഒരു കാര്യം അവിടെ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പടയാളിയോട് പറഞ്ഞു, ഒരു വാൾ കൊണ്ടുപോവാ, ജീവനുള്ള കുട്ടിയെ നമുക്ക് 2ആയിട്ട് ഭാഗിക്കാൻ, 2 പേർക്കും ഓരോ കഷ്ണം കൊടുത്ത് വിടാം. കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ പറഞ്ഞു, ഒരു കാരണവശാലും അത് പാടില്ല. യഥാർത്ഥ അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ലക്ഷ്യം. എൻ്റെ കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും മറ്റേ സ്ത്രീയുടെ കൂടെ അവൻ ജീവിക്കട്ടെ. പക്ഷെ ആ മറ്റേ സ്ത്രീ എന്താണ് പറഞ്ഞത്? കുഞ്ഞിനെ ഭാഗിക്കട്ടെ, ഒരു കഷണം എനിക്കും ഒരു കഷണം നിനക്കുമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ശലോമോൻ്റെ ജ്ഞാനം യഥാർത്ഥ അമ്മയെ തിരിച്ചറിയാൻ അവിടെ കാരണമായിട്ട് തീരുകയാണ്. ഇതിൽ നിന്ന് നമ്മുടെ സഭയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. പരിശുദ്ധ സഭ ജീവനുള്ള ഒരു കുഞ്ഞാണ്. അതിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ കുഞ്ഞിനെ വിഭജിക്കുവാൻ തക്കവണ്ണം വിഭാഗീയ ചിന്തകളും തർക്കങ്ങളും കലഹങ്ങളൊക്കെ നമ്മളുണ്ടാകുമ്പോൾ ഞാൻ മുഖാന്തരം ഈ കുഞ്ഞ് മരിക്കാനിടയാവരുത്, കുഞ്ഞ് വിഭജിക്കപ്പെടരുത് എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവേണ്ടതല്ലേ? എന്നാൽ ഇന്ന് സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും നേതൃത്വം നൽകുന്നവർ എന്താണ് ചെയ്യുന്നത്? എനിക്കില്ലെങ്കിൽ നിനക്കും വേണ്ട എന്ന മനോഭാവത്തോടെ വിഭാഗീയ ചിന്തകൾ അതിനെ അവർ കൂടുതലാക്കം കൂട്ടുകയാണ്. തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഈ വിഭാഗീയ ആ ചിന്തയുടെ ഒരു മനോഭാവത്തിൽ നിന്നാണല്ലോ ഉടലെടുക്കുന്നത്. നമ്മൾ മുഖാന്തരം പരിശുദ്ധ സഭയെ മുറിക്കപ്പെടുവാനിടയായിത്തീരല്ലേ? അങ്ങനെ മുറിക്കപ്പെട്ട് അവരെൻ്റേതുകൂടി എൻ്റേതാക്കാനുള്ള ശ്രമം. ആ മറ്റേ സ്ത്രീയുടെ മനോഭാവം എന്താണ്? എനിക്കില്ലെങ്കിൽ നിനക്കും വേണ്ട. പക്ഷേ യഥാർത്ഥ അമ്മയുടെ മനോഭാവം എന്താണ്? എനിക്കില്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചില്ലെങ്കിലും നിനക്കിരിക്കട്ടെ, ആ കുഞ്ഞ് ജീവിച്ചിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിലുള്ള മനോഭാവം എന്ന് പറയുന്നത്. നമ്മളിന്ന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണെങ്കിലും പലപ്പോഴും ആ പഴയ നിയമസഭയുടെ അല്ലെങ്കിൽ ആ വിഭാഗീയ ചിന്തകൾ, ആ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയെപ്പോലെയല്ലേ ഞാനും നിങ്ങളും ഇന്ന് സഭയിൽ ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് ഓരോ സഭാ നേതാക്കന്മാരും നേതൃത്വം നൽകുന്ന പിതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇത് ചിന്തിക്കേണ്ടതാണ്. സഭ ജീവനുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞൊരിക്കലും നമ്മൾ മുഖാന്തരം അവിടെ വിഭാഗീയ ചിന്തകളും ആ കുഞ്ഞ് വിഭജിക്കപ്പെടുവാൻ കാരണമായിട്ട് തീരരുത്. അതുകൊണ്ട് സഭയുടെ ഐക്യത്തിനായി ഒരുമയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ നേതൃത്വം നൽകുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഇടപെട്ട്
സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വലിയ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ അവരെ പ്രേരിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളും നമ്മളിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട് ആ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മമാരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ. നാം മുഖാന്തരം നമ്മുടെ ചിന്തകളോ പ്രവൃത്തികളോ വാക്കുകളോ ഒരിക്കലും വിഭാഗീയ ചിന്തയ്ക്ക് ആക്കം കൂട്ടുവാൻ കാരണമാകാതെ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.